സിനിമാ പ്രവർത്തകൻ ബൈജു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും ലഹരിയുടെ സ്വാധീനം, ലഹരി ബന്ധം സിനിമയിൽ ശക്തമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവ് കൂടിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ സിനിമാ മേഖലയിലുള്ളവർ നിഷേധിക്കുമ്പോഴും ഈ പുറത്തു വരുന്ന തെളിവുകൾ അതല്ല പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് ആലപ്പുഴയിൽ നിന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ ബൈജു കൊട്ടാരക്കര? അപർണ, ഇത് കുറെ കാലങ്ങളായില്ലേ തുടങ്ങിയിട്ട്. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയാണെങ്കിലും ശ്രീനാഥ് ബാസി ആണെങ്കിലും ഒക്കെ ഈ ലഹരിയുടെ ഉപയോഗമുണ്ടെന്നും അതിന്റെ വിപണനം ലൊക്കേഷനുകൾ നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയതാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ ഈ എക്സൈസും ഒക്കെ എവരെ ആരെയും നിരീക്ഷിക്കുന്നില്ല? സിനിമ ലൊക്കേഷനുകൾ എന്തുകൊണ്ട് കയറി പരിശോധിക്കുന്നില്ല? ഇടയ്ക്കൊരിക്കലും സിനിമ ലൊക്കേഷനിൽ കയറി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സിനിമാക്കാർ തന്നെയാണ് എതിർത്തത്. ഇപ്പൊ ലഹരിക്കെതിരെ കരഞ്ഞോണ്ട് കിടക്കുകയാണ് ലോകം മുഴുവനും ആളുകൾ. അങ്ങനെ കരഞ്ഞോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സിനിമാക്കാരനെന്താ കൊമ്പുണ്ടോ? ഇത് ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആവശ്യമാണ്. അല്ലാതെ ആരെങ്കിലും സിനിമാക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഈ ലഹരി കൈവശം വെക്കുകയും ലഹരി ഉപയോഗിച്ചൊന്നും നടക്കുകയും ചെയ്യുന്ന ആളുകളെ ഇതേപോലെ നിസാരക്കാരായി വിട്ടുകഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. ഇത് മാത്രമൊന്നുമല്ല, ഈ ശ്രീനാഥ് ബാസിയും അതേപോലെ ഷൈൻ ടോം ചാക്കോയും മാത്രമൊന്നുമല്ല. ഒന്ന് അന്വേഷിച്ച് നോക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമയില്. എല്ലാവരും പറയും സിനിമയിൽ ലഹരി തീർന്നു എന്ന്. ഒന്നും തീർന്നിട്ടില്ല. ഏറ്റവും വലിയ വിപണനം നടക്കുന്ന സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഈ ലഹരിയുടെ ഈ പറയുന്ന കോഴിക്കോടോ കൊച്ചിയിലോ ഒക്കെ, കോഴിക്കോടും കൊച്ചിയിലും കണ്ണൂരും ഒക്കെ ഉള്ള ഈ സംഘങ്ങൾ അത് ഏറ്റവും കൂടുതൽ വിപണനം നടത്തുന്നത്, ബാംഗ്ലൂരിൽ വന്ന് കൊണ്ടു കൊടുക്കുന്നത് ഇതൊക്കെ ഈ സിനിമ ലൊക്കേഷനുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് അതുകൊണ്ട് എല്ലാ സിനിമാക്കാർക്കും പേര് ദോഷമാണ് ഇവര് കാരണം. ഇങ്ങനെയുള്ള ചില താന്തോന്നികൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഇവരെ പോലെയുള്ള ചില ആളുകൾ മലയാള സിനിമാ രംഗത്തുള്ളത് കൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ പേര് ദോഷമായിട്ടിരിക്കുകയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആര് ചോദിച്ചാലും അവൻ MDMA ആണ്, അവന് മറ്റേ സ്റ്റാമ്പാണ്, മറ്റേതാണ് മറിച്ചതാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ചില ആളുകൾ കാരണം. അതുകൊണ്ട് വളരെ ശക്തമായി നിയമം ഇനിയെങ്കിലും സർക്കാർ കണ്ണടച്ചിരിക്കാതെ ലൊക്കേഷനുകളിൽ പരിശോധന വേണം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ പറഞ്ഞ അത് ശരിയാണ്. ലൊക്കേഷൻ ഇപ്പൊ വലിയ തരത്തിൽ ലഹരി വേട്ട നടക്കുമ്പോഴും സ്കൂൾ മുതൽ ആശുപത്രികൾ വരെയുണ്ട്. പക്ഷെ ലൊക്കേഷനുകളിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പരിശോധനയുടെ വാർത്തകളൊന്നും പുറത്തു വരാത്തതിന് കാരണം വലിയ സ്വാധീനവും സമ്മർദ്ദവും എന്നാണോ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഈ ലൊക്കേഷനുകളിൽ കയറി പരിശോധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സിനിമാ സംഘടനകൾ, നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും ചില ടെക്നീഷ്യന്റെ സംഘടന, ഒരു സംഘടനയാണെങ്കിലും അവരൊക്കെ പറഞ്ഞത് അങ്ങനെ പരിശോധിച്ചാൽ ലൊക്കേഷനുകളിൽ അത് ശരിയാവില്ല. പോലീസുകാർ കയറി പരിശോധിച്ചാൽ, എക്സൈസുകാർ പരിശോധിച്ചാൽ ശരി. എന്തുകൊണ്ട് പരിശോധിച്ചാൽ ശരിയാവില്ല? ഇവരൊക്കെ ശരിയാകത്തില്ല എന്ന് പറയുന്ന അവർക്കൂടെ ചിലപ്പോൾ ഗുണമുണ്ടായിട്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് സർക്കാർ ഇത് മുഖവിലയ്ക്ക് എടുക്കാതെ ലൊക്കേഷനുകളിൽ പരിശോധന വളരെ ശക്തമായി നടത്തണം. അവർക്ക് സിവിൽ ഡ്രസ്സിൽ പോയി എന്തിന് ഡ്രസ്സ് കൊണ്ടുപോയി പരിശോധിക്കുന്നു? ഐഡിയും പോക്കറ്റിലുണ്ട്. സിവിൽ ഡ്രസ്സിൽ പോയി അവർക്ക് ലൊക്കേഷനുകളിൽ പരിശോധിക്കാമല്ലോ, കാരവനുള്ളിൽ പരിശോധിക്കാമല്ലോ. ഒരു സിനിമയ്ക്ക് 10, 15, 20 കാരവനൊക്കെയല്ലേ വിളിച്ചിടുന്നത്. അവർക്ക് അതിനകത്തിരുന്ന് ഉപയോഗിക്കാനും അതിനകത്ത് വിപണനം നടത്താനും ഒക്കെ ഇവർക്ക് വളരെ സൗകര്യമാണ് ഇപ്പോ. അത് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. കൊച്ചിയിലും ഇടുക്കിയുടെ ചില ഭാഗങ്ങളിലും. പണ്ടൊക്കെ റാവു പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നു ഇടുക്കിയില്. മലയാള സിനിമയിലെ യുവതാരനിരയിലെ ഒട്ടുമിക്ക ആളുകളും, പേരുകൾ മാത്രം ഞാൻ പുറത്തു പറയുന്നില്ല, വെറുതെ കേസും ഉണ്ടാക്കി വെക്കണമെന്ന് തോന്നുന്നു, അവര് ഇവിടെ വന്നിട്ട് 1-2 ദിവസം ഒരു വീടുകൾ വാടകയ്ക്ക് എടുക്കുക. അവിടെ ഈ റോവ് പാർട്ടി നടക്കും. എന്താണ് ഈ റോവ് പാർട്ടി? ഈ യുവതാരങ്ങളെല്ലാം അവിടെ ഒത്തുകൂടുന്നു. അവിടെ വന്നതിന് ശേഷം ഈ പറയുന്ന രാസലഹരി ഉപയോഗിക്കുന്നു, തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്നു, അവിടുന്ന് പോകുന്നു. 2-3 ദിവസമാണ് അവിടെ. തലയ്ക്ക് വെളിവില്ലാതാണ് ഇവിടുന്ന് പോകുന്നത്, ലൊക്കേഷനിലേക്ക് പോകുന്നതാണ്. അത് ആൾക്കാരൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് അത് നിർത്തി. ഇടയ്ക്ക് വാഗമണ്ണില് ശബരിമലയിലെ മകരവിളക്ക് നടക്കുന്നതിന്റെ തലേ ദിവസം രഹിന ഫാത്തിമയെ പോലുള്ള ഒരുത്തി ഉൾപ്പെടെ അന്ന് അവിടെ 50ഓളം പേര്, ആ 50ഓളം പേര് 20ഓളം സിനിമാക്കാരായിരുന്നു. ഈ സിനിമാക്കാരവിടെ ഉടുതുണി പോലും ഇല്ലാതെ രാസലഹരി ഉപയോഗിച്ച് അവിടെ വാഗമണ്ണ് കിടന്നപ്പോ ആർക്കും പിടിക്കണ്ടായിരുന്നു. ഇവിടുത്തെ എക്സൈസുകാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എക്സൈസുകാർ അവിടെ ചെന്നപ്പോ സിനിമാക്കാരാണെങ്കിൽ ഓടിയല്ലോ. ഒരാളെങ്കിലും പിടിച്ചോ? ഇല്ലല്ലോ. ഈ സമൂഹത്തിൽ വിലയും നിലയും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന പല ആളുകളും ഉണ്ടായിരുന്നു അതിനകത്ത്. അവരെ ആരെയും അന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ചെല്ലാൻ വൈകിപ്പോയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 5-6 പേരെ അന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെ ഇത് ഇല്ലാതിരിക്കും? ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ. ബൈജു കൊട്ടാരക്കരായി, ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി ഇതിനു മുൻപും ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ഉയർന്ന് കേട്ടിരിക്കുന്ന പേരുകളാണ്. അതൊക്കെ ചെറിയ സ്രാവുകളാണ് എന്നുകൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത്, ആണോ? തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. കാരണം ഈ ഷൈൻ ടോം ചാക്കോയെ ശ്രീനാഥ് ബാസി ഒന്നും വിചാരിച്ചോണ്ടൊന്നും ഇതിനകത്ത് വലിയ രീതിയിൽ കച്ചവടം നടക്കത്തില്ല. ഇവരൊക്കെ ചിലപ്പോൾ കണ്ണികളായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ഒരു പേര്, ഈ തസ്ലിമ എന്ന് പറഞ്ഞ ലേഡിയെ ഇവരുടെ പേര് വിളിച്ചു പറയണമെങ്കിൽ തീർച്ചയായും ഇവർക്ക് സാധനം സപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഈ തസ്ലീമ പല പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് സംഗതികൾ കൊണ്ടുവരുന്നു എന്ന് പറയാൻ അവരുടെ മൊഴിയുണ്ടല്ലോ. എന്താ ഇത് ഞാൻ ചോദിക്കുന്ന അതല്ല, ഇവിടുത്തെ പോലീസും എക്സൈസും എന്തുകൊണ്ട് ഇത് പരിശോധിക്കുന്നില്ല? ഈ സിനിമാക്കാരെന്ന് പറയുമ്പോൾ എന്താ ഇവർക്ക് മുട്ടടിക്കുവാണോ? എനിക്കറിയാൻ വേല ചോദിക്കുകയാണ്. ലൊക്കേഷൻ കയറി പരിശോധിക്കണം, അതാണ് ഇവിടുത്തെ ഒന്ന് ദയവായി ഒന്ന് തുടരണം. സംസ്ഥാന